ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഒരേപോലെ ആയാൽ ആർക്കായാലും ഒന്നും അടുത്ത് പോകില്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ റാഗി സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് റാഗി സേമിയ എടുത്തിട്ട് ലോങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം സേമിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിൽ കൂറ്റി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂറ്റി വെച്ചാൽ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകും. ഇനി നമുക്ക് പുട്ടുകുറ്റി എടുക്കാം. ഞാനിവിടെ ചിരട്ടപ്പുട്ട് മേക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചില്ലിടാൻ മറന്നു പോയിട്ടോ ആദ്യം. പിന്നെ വീണ്ടും ചില്ലിട്ട് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ കുതിർന്ന് വന്നിട്ടുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ, വെള്ളം വാർത്ത സേമിയ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം. ഞാൻ കുക്കറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവി ഏറ്റിയെടുത്താൽ നമ്മുടെ റാഗി സേമിയ പുട്ട് റെഡിയായി. ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലാതെ തന്നെ നന്നായിട്ട് തേങ്ങ ഇട്ടാൽ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.